ഓക്കെ, അങ്ങനെ വളരെ ചെറിയൊരു സമയത്തിൽ നമ്മളെ SSC GD എക്സാം നടക്കാനിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ടോപ്പിക്സിനെ പറ്റി പറയാം. ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ. അതായത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ടോപ്പിക്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ കിട്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് കുറെ എണ്ണമുണ്ട്. എല്ലാം എടുത്ത് കണ്ടിത് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ വളരെ ചെറിയ ടോപ്പിക്, അതായത് സെക്ഷൻ ആയിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മൊത്തം വീഡിയോ ഇരുന്ന് കാണുമോ അല്ലെങ്കിൽ ഒരു സബ്ജക്ട് മൊത്തം ഇരുന്ന് പഠിക്കാനോ അല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഗൂഗിൾ ചെയ്തിട്ട് നോട്ട് എഴുതി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ GK എന്ത് ചെയ്യണമെന്നാണ് മെയിൻ ആയിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ GK പറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിൽ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വീഡിയോസ് ഇതിൽ ഒരുപാടുണ്ട്. നിങ്ങൾ എടുത്ത് കണ്ടാൽ മാത്രം മതി, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അവിടെ വേറെ നമുക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ടോപ്പിക് വീക്ക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക് വീഡിയോ കണ്ട് പഠിക്കുക ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ദിവസം തൊട്ട് റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വീഡിയോസും കണ്ട് പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ അപ്പുറത്തേക്ക് മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട. റീസണിങ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് വേറെ നോട്ട് എഴുതാനോ പരിപാടിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സമയം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ ഒരു GK ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 സെക്കൻഡിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതുകൊണ്ട് GKയിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഞാനിപ്പോ പറയാൻ പോകുന്ന ടോപ്പിക്കുകളിൽ ഏതെങ്കിലും നിങ്ങൾ പഠിക്കാത്തുണ്ടെങ്കിൽ അത് എമർജൻസി ആയിട്ട് എടുത്ത് പഠിച്ചോണം. അത് പഠിക്കാതെ എക്സാമിന് പോവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ അത്തരത്തിലുള്ള ഒരു കണ്ടന്റിലേക്കാണ് പോകുന്നത്. അതിൽ ആദ്യത്തത് എനിക്ക് പറയാനുള്ളത് ഈ മോഡേൺ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട മോഡേൺ ഹിസ്റ്ററിയിൽ നിങ്ങൾ മസ്റ്റായും പഠിച്ചിരിക്കേണ്ട ഒരു സാധനം ഗവർണർ ജനറൽമാർ. പ്രധാനപ്പെട്ട എല്ലാവരെയും പഠിക്കണം എന്ന് പറയുന്നില്ല, എന്നാൽ പ്രധാനപ്പെട്ട ഗവർണർ ജനറൽമാർക്ക് ഞാൻ അങ്ങനെ പറയാൻ കാരണം എളുപ്പമായിരിക്കും. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് എണ്ണം ഉണ്ടാവും. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഗവർണർ ജനറൽമാരും അവർ ചെയ്ത കാര്യങ്ങൾ, ഇപ്പൊ ലോർഡ് റിപ്പൺ എന്ത് ചെയ്തു, ഡൽഹൌസി എന്ത് ചെയ്തു, ഡൽഹൌസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പോ നിങ്ങൾ ഗൂഗിളിൽ കയറണമെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ മതി. എന്നിട്ട് നോട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കുക. ഇനി അതല്ല, ഗവർണർ ജനറൽസ്, പ്രധാനപ്പെട്ട ഗവർണർ ജനറൽസ് ആൻഡ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് അത് മാത്രമുള്ള വീഡിയോ കിട്ടും. അത് ഒരുപാട് നേരം ഒന്നും കാണരുത്, ഒരു 15-20 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ മതി. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ അത്രയും സമയം നമുക്ക് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയി മാത്രം പഠിച്ചാൽ മതി. ഗവർണർ ജനറൽമാരെ പറ്റി അറിഞ്ഞിരിക്കണം. പ്രധാനപ്പെട്ട എല്ലാ ഗവർണർ ജനറൽമാരെ പറ്റിയും പഠിച്ചിരിക്കണം. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷൻസ്, INC സെഷൻ 1929 എന്ന് പറഞ്ഞിട്ടും അങ്ങനെയുള്ള സെഷൻസ് 39 എന്ന് പറഞ്ഞിട്ടും ഒക്കെ ഉള്ള സെഷൻസ് ഉണ്ട്. ആ സെഷൻസ് ഒക്കെ പഠിക്കണം. എവിടെയാണ് സ്ഥലം വിത്ത് ലൊക്കേഷൻ, അതുപോലെ തന്നെ അത് ചെയർ ചെയ്തത് ആരാണ്, അതിന്റെ ചെയർ ആരായിരുന്നു എന്നുള്ള കാര്യം അടക്കം, അല്ലെങ്കിൽ അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ള അടക്കം നമ്മൾ നോക്കി പോകേണ്ടതുണ്ട് കേട്ടോ. ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം, ചെയർ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പൊ 1927 എന്ന് പറയുകയാണെങ്കിൽ 27ലെ ലൊക്കേഷൻ ഇന്നതായിരുന്നു, അതിന്റെ ചെയർമാൻ, അതിന്റെ അധ്യക്ഷൻ എന്നതായിരുന്നു ഇയാളായിരുന്നു, അതിന്റെ അപ്പുറത്തെ തീരുമാനം ഇതായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട എണ്ണമുണ്ട്. എല്ലാം പഠിക്കാനാണെങ്കിൽ ഒരുപാട് എണ്ണം ഉണ്ടാവും. അതിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രം പിക്ക് ചെയ്ത് പഠിക്കണം, എഴുതി വെക്കുക കേട്ടോ. എഴുതി തന്നെ പഠിച്ചു പോവുക. ഇനി അത് കഴിഞ്ഞുള്ളത് റെവല്യൂഷണറി മൂവ്മെന്റ്സ് ആൻഡ് സംഘടനകളാണ്. കുറെ സംഘടനകളില്ലേ, നമ്മളെ രാജാ റാം മോഹൻ റോയിന്റെ ഒക്കെ സംഘടനകൾ പോലത്തെ കുറെ സംഘടനകളുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട സംഘടനകൾ ഏതൊക്കെയാണ്, അത് ഏത് വർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പം ഏതാ പറഞ്ഞു പറയാ, പ്രാർത്ഥന സമാജ് ഏത് വർഷമാണ്, അത് ആരുണ്ടാക്കി, 1887, അങ്ങനെയുള്ള ആ ഒരു ഇയറും അതുപോലത്തെ വളരെ ഷോർട്ട് ആയിട്ട് ക്യാപ്സ്യൂൾ നോട്ട്, അതാണ് വേണ്ടത്. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ. പ്രാർത്ഥന സമാജ് ആണെങ്കിൽ പ്രാർത്ഥന സമാജ്, അല്ലെ ബ്രഹ്മ സമാജ് 1828 ഇന്ന ആൾ ഉണ്ടാക്കി. വേറെ എന്തെങ്കിലും അവിടെ ഡാറ്റ ആഡ് ചെയ്യാണെങ്കിൽ അത്ര ആഡ് ചെയ്യുക. ഈ ഒരു 4 പോയിന്റ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ അത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതൊക്കെയാണ്. മോഡേൺ ഹിസ്റ്ററിയിൽ ഇത്രയും സാധനങ്ങൾ പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഇത് വളരെ മാൻഡേറ്ററി ആണ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാന്നുള്ളത്. ഓക്കെ, അതാണ് മോഡേൺ ഹിസ്റ്ററിനെ പറ്റി പറയാനുള്ളത്. ഇനി മോഡേൺ കഴിഞ്ഞ അടുത്തത് ആൻഷ്യന്റിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചോളാം, കുറച്ച് സമയം എടുത്ത് തന്നെ പഠിച്ചോളാം. കുറച്ച് ഒരു 2 പേജൊക്കെ ഉള്ള നോട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പ്രധാനപ്പെട്ട സൈറ്റ്
സൈറ്റ് ഏതൊക്കെയാണ്, അവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് അവിടുത്തെ ബിൽഡിങ്ങുകൾ ഉള്ളത്, അതുപോലെ അവിടെ എന്തെങ്കിലും ടേംസ് ഉണ്ടെങ്കിൽ ഇന്ന കാര്യത്തിന് ഇന്ന ടേം പറയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അവരെ എന്തെങ്കിലും കൃഷിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു വെക്കുക. പ്രധാനമായിട്ട് സൈറ്റുകൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ലോത്തൽ എന്ന് പറഞ്ഞ സൈറ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ രാഖി ഗർഹി എന്തുമായി ബന്ധപ്പെട്ടതാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പം ഏറ്റവും വലത്തെ ഇന്ത്യൻ ഇപ്പം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഏറ്റവും വലത്തെ അറ്റത്തുള്ള സൈറ്റ് ഏതാ, ഇടത്തെ അറ്റത്തുള്ള സൈറ്റ് ഏതാ, ഏറ്റവും നോർത്തിലുള്ള സൈറ്റ് ഏതാ, സൗത്തിലുള്ള സൈറ്റ് ഏതാ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു പഠിക്കണം. ആ ഒരു എക്സ്റ്റെന്റും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടുള്ളതാണ്. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നല്ലൊരു പണിയെടുക്കണം. പിന്നെ ഉള്ളത് വേദിക് ഏജ് ആണ്. വേദിക് ഏജിലും പണിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ അവിടെ മെയിൻ ആയിട്ടും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വേദാസ്, അത് എത്ര കാണ്ഡങ്ങളുണ്ട്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും. ഇപ്പം ഏറ്റവും ആദ്യത്തെ വേദം ഏതാ, അല്ലെങ്കിൽ ഇപ്പം മറ്റേ ബ്ലാക്ക് മാജിക് ഉള്ള വേദം ഏതാ, അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവണം. അതൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ ടേംസ്, ഇപ്പോ അവിടുത്തെ ചില കാര്യങ്ങൾക്ക്, ചില പുഴകൾക്ക് എന്ന പേരുണ്ട്, അപ്പൊ രവിക്ക് പുരുഷണി എന്ന പേരുണ്ട്, അങ്ങനെ ഒരുപാട് വേദിക് നെയിംസ് ഉണ്ട്. ആ വേദിക് ടേംസും കൂടെ ഒന്ന് പഠിച്ചു പോകണം. ചിലപ്പോൾ കലപ്പയ്ക്ക് എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കൃഷിക്ക് വേറെ പേരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കോട്ടൺ പഞ്ഞിക്ക് എന്തെങ്കിലും ഒരു പേര് അവർ പറയുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അപ്പൊ ആൻഷ്യന്റിൽ നിന്നും ഇത് രണ്ടും മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിട്ടേ പോകുള്ളൂ. ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് ചോദിക്കില്ല എന്നാണോ? അല്ല, പക്ഷെ ബേസിക് ആയിട്ട് ഇത് പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ മിഡീവലിലേക്ക് വരുമ്പോ മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയാണ്, ഓർഡറിൽ അങ്ങ് എഴുതുക. ബാബർ എന്ന് പറഞ്ഞിട്ട് ബാബറിൽ തുടങ്ങുന്ന ഓർഡറിൽ മുഗൾ ചക്രവർത്തിമാരെ എഴുതുക. അവര് ഭരണം തുടങ്ങിയ വർഷവും അവസാനിപ്പിച്ച വർഷവും പഠിക്കുക. പിന്നെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളും പഠിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ബാബർ ആണെങ്കിൽ ഇന്ന വർഷം 1526 ആ വർഷം, സോറി 1500 അല്ല, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അത് നിങ്ങൾ നോക്കിയാൽ മതി. ആ വർഷം എഴുതുക, എന്തൊക്കെ യുദ്ധങ്ങളിലാണ് പങ്കെടുത്തിട്ടുള്ളത് നോക്കുക, എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അടുത്ത രാജാവ് എടുക്കുക, എഴുതി പോവുക. അതുപോലെ തന്നെ ഡൽഹി സുൽത്താനായിട്ട് ഒന്ന് ഓടിച്ചു പോവുക. ആദ്യത്തെ സുൽത്താൻ ആരാണ്, അയാൾ എത്ര വർഷം ഭരിച്ചു, അടുത്ത സുൽത്താൻ ആരാണ്, എത്ര വർഷം ഭരിച്ചു, അങ്ങനെ ഡൽഹി സുൽത്താനേറ്റിലുള്ള എല്ലാ സുൽത്താനേറ്റുകളെ പറ്റിയും പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. പ്രത്യേകിച്ച് സ്ലേവ് ഡൈനാസ്റ്റി ഒക്കെ നന്നായി പഠിച്ചിട്ടുണ്ടാവും. സ്ലേവ് ഡൈനാസ്റ്റി നല്ലപോലെ പഠിക്കണം. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മുടെ തുഗ്ലക് ഡൈനാസ്റ്റിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ തുഗ്ലക് ഡൈനാസ്റ്റിയും മസ്റ്റായി സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ക്ലാസ്സുകൾ കണ്ടിരുന്നാൽ മാത്രം പോരാ, ഇടയ്ക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് നിങ്ങൾ ചെയ്യണം. വേറെ ആളുകൾ എവിടെന്നെങ്കിലും കളക്ട് ചെയ്യുന്ന ഡാറ്റ മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങളായിട്ട് തപ്പി പഠിക്കണം. ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഇതൊക്കെ വെച്ചോളാം. ഇനി കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് ചവറ് പോലെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്നത്രയും പഠിച്ചോളാം. എന്നാൽ അതിൽ മിസ്സാക്കാൻ പാടില്ലാത്തവരാണ് ആർമി എക്സസൈസ്. ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ആർമി എക്സസൈസ് ആർമി എക്സസൈസിന്റെ പേര് നോക്കണം. ഇപ്പോ ഒരു ആർമി എക്സസൈസ് ഉണ്ട്, അതിൽ ഇന്ത്യയും നേപ്പാളും അല്ലെ ഇന്ത്യയും ബംഗ്ലാദേശും ആണുള്ളത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു എക്സസൈസ് ഉണ്ട്. അതില് ഇന്ന സ്ഥലത്താണ് നടക്കുന്നത്, ഇന്ന ഡേറ്റിലാണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ആർമി എക്സസൈസ് മറന്നു പോകരുത്. ഇനി സ്പോർട്സ് ഇവന്റ്സ് മറക്കരുത്. ഇപ്പൊ ഇന്റർനാഷണൽ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസം മുന്നെയാണ് നമ്മുടെ വേൾഡ് കപ്പ് നടന്നത്, 2020 വേൾഡ് കപ്പ്. അപ്പൊ 2020 വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആരാണ് ജയിച്ചത്, ആരാണ് റണ്ണറപ്പ്, ആരാണ് മാൻ ഓഫ് ദ സീരീസ്, അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും മനസ്സിലാക്കുക. ഇനി വുമൺസ് 2020 പറ്റിയും നോക്കണം. ഇനി വരാനിരിക്കുന്ന അടുത്ത വർഷത്തെ 2020 ഏത് രാജ്യത്ത് നടക്കും എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ അതിനുശേഷമുള്ളത് ഏത് സ്ഥലത്താണ് നടക്കുക എന്നുള്ളത് നോക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ 2020 അങ്ങനത്തെ ലൊക്കേഷൻസ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇവന്റ്സ് ആണ്. ഇപ്പൊ IPL പോലത്തെ ഇവന്റ്സ് ഒക്കെ എവിടെ നടക്കും, അല്ലെങ്കിൽ ആരാണ് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ്, ആരാണ് റണ്ണറപ്പ്, ആരാണ് ഓറഞ്ച് ക്യാപ്പ്, ആരാണ് പർപ്പിൾ ക്യാപ്പ്, ഇങ്ങനത്തെ സാധനങ്ങൾ ബേസിക് ആയിട്ടുള്ളത് മസ്റ്റ് ടൈം പഠിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, വേൾഡ് കപ്പ് 2026 ജൂണിലോ ജൂലൈയിലോ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ ലൊക്കേഷൻസ് പഠിച്ചു വെക്കണം. നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ വരെയാണ് പറയുന്നത്. ലൊക്കേഷൻസ് പഠിച്ചു നോക്കണം. അടുത്ത വേൾഡ് കപ്പ് എവിടെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് തപ്പിയെടുത്ത് പഠിച്ചു വെക്കാം. നിങ്ങളാണ് ചോദ്യം ഇടുന്നതെന്ന് വിചാരിക്കുക, നിങ്ങളാണെങ്കിൽ എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനത്തെ രീതിയിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഡൊമസ്റ്റിക് ഇവന്റ്സ് പഠിക്കുമ്പോൾ നാഷണൽ ഗെയിംസിനെ പറ്റിയും ഒക്കെ ഒന്ന് പഠിച്ചോളാം.
പിന്നെ സ്പോർട്സ് ഇവന്റ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഒളിമ്പിക്സ് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഒളിമ്പിക്സും അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട റെക്കോർഡുകൾ ഉണ്ട്. ആദ്യമായിട്ട് ഇന്ത്യക്ക് മെഡൽ വാങ്ങിക്കൊടുത്ത ആള്, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അവാർഡ്സ് ഞാനിത് ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടല്ല, ഇത് ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താത്തത്. പിന്നെ ഇപ്പൊ യുദ്ധം നടക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട രാജ്യങ്ങളും അവരുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി ആരാണോ പ്രധാനപ്പെട്ടത് അതുമായി ബന്ധം അവരെ ഒന്ന് പഠിച്ചോണം. അവരുടെ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിച്ചോണം. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് വെനസ്വേലന്റെ പ്രസിഡന്റ് ആരാണ്, വെനസ്വേലന്റെ പ്രസിഡന്റ് ഈ അടുത്ത് മാറിയിട്ടുണ്ട്, ആരാണ് നമുക്ക് അറിയില്ല, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ പ്രസിഡന്റ്സ് ആൻഡ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് കൺട്രീസ്, കുറെ കൺട്രീസിന്റെ പഠിച്ചു വെക്കണം. പ്രത്യേകിച്ച് ഈ ഇടയായിട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന രാജ്യങ്ങളുടേത്. പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ്, ഇത് മസ്റ്റായി പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് പഠിക്കണം. അപ്പൊ തപ്പി ഒന്ന് പഠിച്ചോളൂ കേട്ടോ. അതായത് ഒരു വലിയ 360 പേജുള്ള PDF എടുത്തിട്ട് പേജ് ബൈ പേജ് പഠിക്കുന്നതിനേക്കാളും നല്ലത് എന്താ, അപ്പോ ഇങ്ങനെ ആർമി എക്സസൈസ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആർമി എക്സസൈസ് ഏതാ, ചിലപ്പോൾ ഒരു 7 എണ്ണം നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും, അത് എഴുതി വെക്കുക. അപ്പൊ തന്നെ നമുക്കൊരു സമാധാനമായി. പിന്നെ നിങ്ങൾ ഒരു സാധനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇതൊന്ന് സെക്ഷൻ ആയി തിരിച്ച് പഠിക്കാൻ ശ്രമിക്കണം. ഇനി എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് മസ്റ്റ് ടൈം പഠിച്ചിരിക്കേണ്ടത് 5 ഇയർ പ്ലാനിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്, സെൻസസിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്യോ ഒരു നോട്ടിൽ വെച്ച് പഠിക്കുകയോ ചെയ്യുക. നമ്മളെ ചാനലിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾ കാണണമെങ്കിൽ നിങ്ങൾ ചിലർക്ക് ക്ലാസ് കണ്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ ക്ലാസ്സുകൾ കണ്ടെന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. 5 ഇയർ പ്ലാനിലെ പ്രധാനപ്പെട്ട 5 ഇയർ പ്ലാൻ ഏതൊക്കെയാണ്, അതിലേതൊക്കെ ക്യാൻസൽ ആയി, എന്തൊക്കെയാണ് പേരിൽ അറിയപ്പെടുന്നത്, എന്തൊക്കെയാണ് ആവശ്യം. അപ്പോൾ ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ ലക്ഷ്യം എന്തായിരുന്നു, രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. 2011 സെൻസസിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം പഠിക്കുക. ഏറ്റവും ലിറ്ററസി ഉള്ള സംസ്ഥാനം, പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം, പിന്നെ മെയിൽ ഫീമെയിൽ റേഷ്യോ ഇംപ്രൂവ് ആയി നിൽക്കുന്ന സംസ്ഥാനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത്. ആൻഡ് പൊളിറ്റിയിലേക്ക് വരുമ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, ചിലർക്ക് പൊളിറ്റീനെ പറ്റി കേട്ടിട്ടേ ഉണ്ടാവില്ല, അവർ ഇതൊന്നും അറിയില്ലായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്ന് പഠിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഉണ്ട്, ആർട്ടിക്കിൾസ് എല്ലാം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അമെന്റ്മെന്റുകൾ, അതായത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് മാറ്റങ്ങൾ വരും, ഒരുപാട് നിയമങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരും. അതിലെ പ്രധാനപ്പെട്ട അമെന്റ്മെന്റുകൾ കുറെ എണ്ണം ഉണ്ട്. ഇപ്പൊ 42nd അമെന്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അമെന്റ്മെന്റുകൾ ഉണ്ട്. ആ അമെന്റ്മെന്റുകൾ ആദ്യം സെർച്ച് ചെയ്യുക, ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റുകൾ ഏതൊക്കെയാണ്, എന്നിട്ട് അതിൽ ഓരോന്നിനെ പറ്റി എടുത്ത് പഠിക്കുക. എന്താണ് ഈ അമെന്റ്മെന്റ്, എന്തായാലും അമെന്റ്മെന്റ് എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ചരിത്രം, ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആരാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടായി വന്നത്, എന്താണ് നമ്മുടെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ചരിത്രം, അതിനെപ്പറ്റി അത്യാവശ്യം നോട്ടൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, പ്രസിഡന്റിന് ആർട്ടിക്കിൾ 71 എത്ര, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 161 എത്ര, ഗവർണറും പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്, അതും കൂടെ പഠിക്കണം. PYQs ഒരുപാടെണ്ണം ഉണ്ട്, അത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്താലും മതി. SSC ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു പ്രസിഡന്റുമായി ബന്ധപ്പെട്ട SSC ക്വസ്റ്റ്യൻസ് എന്താ, എന്നിട്ട് അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ജോഗ്രഫിയിലേക്കും കൂടെ വരിക. ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന നദികളുണ്ടല്ലോ, ഗാൻജസ്, ഗംഗയുണ്ട്. ഗംഗയുടെ പ്രധാനപ്പെട്ട കൈവരികൾ എന്ത്, ട്രിബ്യൂട്ടറീസ് ഏതൊക്കെ, അതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് അറിയില്ല, എന്തായാലും എനിക്ക് ഉറപ്പാ ഭൂരിഭാഗം ആൾക്ക് അറിയില്ല. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ലിസ്റ്റ് ചെയ്യുക. ഗംഗയാണ്, ഗംഗയ്ക്ക് ഇത്ര ട്രിബ്യൂട്ടറീസ് ഉണ്ട്, ഗംഗ ഇന്ന സംസ്ഥാനത്തൂടെ കടന്നു പോകുന്നുണ്ട്, ഇന്ന സംസ്ഥാനത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ പോയിട്ടാണ് കടലിലേക്ക് വീഴുന്നത്. അപ്പൊ ഗംഗ കഴിഞ്ഞു. ഒരു ദിവസം ഒരു റിവർ പഠിച്ചാൽ മതി. നാളെ അടുത്ത ഈ സിന്ധു എടുത്ത് പഠിക്കുക, ഇൻഡസ് എടുത്ത് പഠിക്കുക, അടുത്ത ദിവസം നമ്മൾ രവി എടുത്ത് പഠിക്കുക, അടുത്ത ദിവസം ചെനാബ് എടുത്ത് പഠിക്കുക. അങ്ങനെ പ്രധാനപ്പെട്ട റിവേഴ്സിനെ പറ്റി, പിന്നെ നമ്മളെ ഗോദാവരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിവേഴ്സ് ഉണ്ടല്ലോ, ഓരോ റിവേഴ്സിനെ പറ്റിയും ഓരോ ദിവസം വെച്ചങ്ങ് പഠിച്ചേക്കുക. ഓക്കെ, പിന്നെ ഫിസിയോഗ്രഫി, അതായത് മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ നോർത്തേൺ പ്ലെയിൻസ് ഉണ്ട്, പിന്നെ കോസ്റ്റൽ ഏരിയ ഉണ്ട്. ഇതിനെ പറ്റിയൊക്കെയുള്ള ബേസിക് ഡീറ്റെയിൽസ് പഠിക്കുക. ഇപ്പൊ മൗണ്ടൻ റേഞ്ചസ്, അതിൽ ഏറ്റവും വലിയ മൗണ്ടൻ ഏതാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗണ്ടൻ ഏതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മൗണ്ടൻ ഏതാണ്, അങ്ങനത്തെ ഇന്ത്യന്റെ ഫിസിയോഗ്രഫി ഒന്ന് പഠിച്ചെടുക്കുക, അതിന്റെ ബേസിക്സ്. പിന്നെ കോസ്റ്റൽ റീജിയൻ ഉണ്ട്, കോസ്റ്റൽ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കോസ്റ്റൽ സ്റ്റേറ്റ് ഏതൊക്കെയാണ്, നമ്മൾ കുറച്ചൊന്ന് കൺഫ്യൂസ് ആവുന്ന ആലോചിക്കണം. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതെ പറയാൻ വേണ്ടി പറ്റണം. അതുപോലെ
നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ പ്രത്യേകത എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ തന്നെ സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്, ഏറ്റവും വലിയ പ്ലാനറ്റ് ഏതാ, ഏറ്റവും ചെറിയ പ്ലാനറ്റ് ഏതാ, അതിൽ ഭൂമിന്റെ അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ഏതാ, പിന്നെ അതുപോലെ തന്നെ സൂര്യന്റെ അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ഏതാ, ഓർഡർ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ സോളാർ സിസ്റ്റത്തിൽ നിന്നും പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് സ്വന്തമായി ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള എല്ലാം എഴുതിയെടുക്കുക. എന്നിട്ട് ഇതിൽ പഠിക്കാത്തതൊക്കെ മാർക്ക് ചെയ്യുക, പഠിച്ചതൊക്കെ ടിക്ക് ചെയ്ത് പോവുക. എനിക്കറിയാം ബേസിക്സ് അറിയാത്തതാണെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് ഇന്ന് മുതൽ സമയം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. ഇതാണ് നിങ്ങൾ ആദ്യം GK എന്ന് പറയുന്ന ഏരിയയിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം എന്ന് ഞാനിപ്പോ പറയുകയാണ്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ, ഇനിയും വേറെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് ബാക്കി സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ. ബാക്കി സബ്ജക്റ്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. GKയും ക്ലാസ് ഉണ്ട്, ക്ലാസ് ഇല്ല എന്നല്ല, പക്ഷെ ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇനി ബാക്കിയുള്ള സബ്ജക്ട് ഏതാ, മാത്സ് ഒരെണ്ണമാണ്. മാത്സിൽ നിങ്ങൾ പ്രോപ്പറായി റിവിഷൻ ഫോളോ ചെയ്യുക. ക്ലാസ് കണ്ടില്ലാത്ത ആൾക്കാർ ക്ലാസ് ഇരുന്ന് കാണുക. ഇംഗ്ലീഷും അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ വൊക്കാബുലറിക്കും ഗ്രാമറിനും വേണ്ടിയിട്ട് റിവിഷൻസിന് വെയിറ്റ് ചെയ്യുക. അതുപോലെ വൊക്കാബുലറി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തുതരാം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉള്ളത് റീസണിംഗ് ആണ്. റീസണിംഗ് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ഫുള്ള് സ്കോർ ചെയ്യുക. കണ്ടമാനം വീഡിയോസ് ഈ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. ടോപ്പിക് അറിയാത്ത ആൾക്കാർ ടോപ്പിക് പഠിക്കുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. റീസണിംഗിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റിൽ പറയുക, നമുക്കത് പരിഗണിക്കാം. അപ്പൊ അടുത്ത ദിവസം നമുക്ക് റിവിഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ഹാപ്പി ലേണിംഗ്.